കൊറേ ദിവസമായില്ലേ കാണാത്തെ അല്ലേ? കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ എവിടെയാ നിർത്തിയെന്ന്? ആരാ പറഞ്ഞേ? മിൻഹാജ്. ഒന്നാമത്തെ ബുക്ക് ഫുള്ള് കഴിഞ്ഞ്. രണ്ടാമത്തെ സെമിസ്റ്റർ ആണ്. ഒന്നാമത്തെ ബുക്ക് എല്ലാം കഴിഞ്ഞു, ഇന്ന് രണ്ടാമത്തെ തുടങ്ങണം അല്ലേ? യെസ്. യെസ്. എല്ലാവരും സെക്കൻഡ് ബുക്ക് എടുത്തിട്ടാണോ ഇരിക്കുന്നത്? സെക്കൻഡ് സെമിസ്റ്ററിന്റെ ബുക്കാണോ എടുത്തിരിക്കുന്നത്? യെസ്. ഓക്കെ. നിങ്ങൾ നോക്കിയായിരുന്നോ സെക്കൻഡ് സെമിസ്റ്റർ ബുക്ക് മാത്സ് ഏതൊക്കെയാ വരുന്നേന്ന്? ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ നോക്കിയോ? നോക്കിയോ എല്ലാരും? നോക്കിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ടുണ്ടാവും. നമുക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്, ഡിവിഷൻ ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്, മെഷർമെന്റ് ഉണ്ട്, ടൈം ഉണ്ട്, ഡാറ്റ ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പുതിയതായിരിക്കും അല്ലേ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം പുതിയതല്ലേ? ഫ്രാക്ഷൻ, മെഷർമെന്റ് കേട്ടിട്ടുണ്ടോ? മുന്നേ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഡിവിഷൻ പഠിച്ചിട്ടുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ല. ടൈം പഠിച്ചിട്ടുണ്ടോ? സമയം നോക്കാൻ പഠിച്ചിട്ടില്ലേ ക്ലോക്കില്? യെസ്. അപ്പൊ നമുക്ക് എല്ലാം പുതിയതായിട്ട് പഠിക്കാനുള്ളതാണേ. എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ക്ലാസ് ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് വലിയ ക്ലാസ്സിലൊക്കെ ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ. എന്താ മൾട്ടിപ്ലിക്കേഷൻ അറിയോ? അറിയോ? എന്താ അലൻ തോമസ്, എന്താ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞേ? ഗുണനം. ഗുണനം. ഓക്കെ, എന്താ ഗുണനം എന്ന് വെച്ചാല് അതറിയോ? ഇൻഡു ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ഈ മാത്തമാറ്റിക്സില് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 4 ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഡോക്ടറെ കീറി മുറിക്കുന്ന സംഭവമല്ല. മാത്തമാറ്റിക്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി 4 പ്രോസസ് ഉണ്ട്. അതിനെ നമ്മൾ ഓപ്പറേഷൻസ് എന്നാ പറയാം. അപ്പൊ 4 ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് അഡീഷൻ, ഒന്ന് സബ്ട്രാക്ഷൻ, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ, ഒന്ന് ഡിവിഷൻ. ഈ 4 എണ്ണത്തിനെയാണ് നമ്മൾ മാത്സിന്റെ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുന്നത് അഡീഷൻ, പിന്നെ അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ. ഈ 4 എണ്ണം ഇല്ലാതെ നമുക്ക് മാത്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഈ 4 സാധനങ്ങൾ ചെയ്യുന്നതാണ്. ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഏത് പ്രോബ്ലം എടുത്ത് നോക്കിയാലും ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഫസ്റ്റ് സെമിസ്റ്റർ ബുക്കിൽ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 4 ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ കാര്യമായിട്ട് വരുന്നുള്ളൂ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അതെങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? മൾട്ടിപ്ലിക്കേഷൻ. അവിടെ 4 ബോക്സ് കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 51. പേജ് നമ്പർ 51 4 ബോക്സ് കണ്ടോ? അതിനകത്ത് ഓരോ ബോക്സിനകത്തും എത്ര സ്ട്രോബെറി വീതം ഉണ്ട്? 3 സ്ട്രോബെറി വീതം ഉണ്ട് അല്ലെ? ഒരു ബോക്സിനകത്ത് 3 സ്ട്രോബെറി ഉണ്ട്. 4 ബോക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ എത്ര സ്ട്രോബെറി എങ്ങനെ കണ്ടുപിടിക്കും?
ടോട്ടൽ എത്ര സ്ട്രോബെറി എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബോക്സിനകത്ത് 3. അപ്പൊ 3 പ്ലസ് സെക്കൻഡ് ബോക്സിൽ 3, 3 പ്ലസ് 3 പ്ലസ് 3, 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 3 പ്ലസ് 3 6, 6 പ്ലസ് 3 9, 9 പ്ലസ് 3 12. ടോട്ടൽ 12 സ്ട്രോബെറീസ് ഉണ്ട് അല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ മിസ് ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാത്തമാറ്റിക്സ് മിസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മളെ മാത്സിൽ ഒരിക്കലും വലിച്ചു വാരി ലാംഗ്വേജിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നത് പോലെ വലിച്ചു വാരി അങ്ങ് എഴുതൂല. നമുക്ക് എത്രത്തോളം ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്രയും ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആഡ് ചെയ്യാൻ പ്ലസ് സൈൻ ഉണ്ട്, സബ്ട്രാക്ട് ചെയ്യാൻ മൈനസ് സൈൻ ഉണ്ട്, ഇൻറ്റു ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു സൈൻ ഉണ്ട്, പിന്നെ ഡിവിഷന്റെ സൈൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, അങ്ങനെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് എത്രത്തോളം ചുരുക്കി എഴുതാൻ പറ്റുമോ അത്രയും ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ 4 ബോക്സിനകത്ത് 3 വീതം സ്ട്രോബെറി ഉണ്ട്. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ എഴുതി? 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 4 തവണ 3 ആഡ് ചെയ്യുന്നു. 4 ടൈംസ് 3 ആഡ് ചെയ്തു അല്ലെ? അപ്പൊ നമ്മൾ ആ 4 തവണ 3 എഴുതുമ്പോൾ തന്നെ ഒരുപാട് ഇത്രയും സ്ഥലം അവിടെ അങ്ങ് വേസ്റ്റ് ആയി. അതിന് പകരം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചുരുക്കി എഴുതാം. 4 ടൈംസ് 3 ആഡ് ചെയ്താൽ നമുക്ക് 12 എന്ന് കിട്ടും. അതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത് 4 into 3 is equal to 12. 4 ടൈംസ് 3 ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 4 multiplied by 3. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 ടൈംസ് 3 ആഡ് ചെയ്യുന്നു. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായോ? 4 തവണ 3 ആഡ് ചെയ്താൽ 12 കിട്ടും. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഗുണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യാം. തുടർച്ചയായിട്ട് കൂട്ടുന്നതിന് പകരമാണ് നമ്മൾ ഗുണിക്കുന്നത്. തുടർച്ചയായിട്ട് ഒരേ സംഖ്യ തന്നെ, ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്യുന്നതിന് ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഒരു 2 എക്സാമ്പിൾസ് മിസ് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. അത് നിങ്ങളൊന്ന് എല്ലാവരും നോട്ട് എടുത്തേ ഒന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? 4 ടൈംസ് 3 ആഡ് ചെയ്യുന്നു. 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 is equal to 12. അതിനെ നമ്മൾ എങ്ങനെ എഴുതി? 4 ടൈംസ് 3 ആഡ് ചെയ്യുന്നു. that is 4 into 3 is equal to 12. നിങ്ങള് മിസ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻടു എന്നുള്ള സൈൻ, ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സൈൻ കാണുന്നത്, അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. കാരണം കീബോർഡില് മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ അത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ എഴുതുമ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ ഇൻടു ഇങ്ങനെ തന്നെ ഇടാം. ഓക്കെ, ദിസ് ഈസ് ദി സിമ്പിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഇൻടു. നമ്മൾ ആഡ് ചെയ്യുന്നതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, അഡീഷന്റെ സൈൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷന്റെ ഇൻടു സൈൻ ഇടണേ. ഈ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു?
4 ടൈംസ് 3 ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 4 into 3 എന്ന് എഴുതുന്നത്. ഇനി വേറെ എക്സാമ്പിളും കൂടി നോക്കാം. 2 plus 2 plus 2 plus 2 plus 2 is equal to 2 plus 2 4, 4 plus 2 6, 6 plus 2 8, 8 plus 2 10. അല്ലേ? 5 തവണ 1 2 3 4 5 5 ടൈംസ് നമുക്ക് 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 10 കിട്ടും. അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 5 ടൈംസ് 2 ആഡ് ചെയ്യുന്നു. 5 into 2 is equal to 10. 5 into 2 is equal to 10. അടുത്ത എക്സാമ്പിൾ. Four plus 4 plus 4 plus 4 is equal to 4 times നമ്മൾ 4 ആഡ് ചെയ്യുന്നു. 4 plus 4 8, 8 plus 4 12, 12 plus 4 16. 4 തവണ നമ്മൾ 4 ആഡ് ചെയ്താൽ 16 കിട്ടും. അതിനെങ്ങനെ മൾട്ടിപ്ലിക്കേഷന്റെ ഫോമിൽ എഴുതുക? ഒന്ന് എഴുതി നോക്കിയേ. 4 ടൈംസ് 4 ആഡ് ചെയ്യുന്നു. എങ്ങനെ എഴുതും? 4 ടൈംസ് 4 ആഡ് ചെയ്യുന്നു. 4 into 4 equal to 16. 4 into 4 is equal to 16. അങ്ങനെയാണെങ്കിൽ 5 plus 5 plus 5 ഇതിന്റെ ആൻസറും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോമും ഒന്ന് എഴുതിയ നിങ്ങൾ. 5 plus 5 plus 5 3 തവണ 5 എഴുതുന്നു. 5 ആഡ് ചെയ്യുന്നു. എത്ര ആൻസർ കിട്ടും? 3 തവണ 5 ആഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടും? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. മൂന്ന് തവണ 5 ആഡ് ചെയ്താല് എത്ര കിട്ടുന്നേ? It is 15. 3 തവണ 5 ആഡ് ചെയ്താൽ നമുക്ക് 15 കിട്ടും. ഇതിന് നമ്മൾ എങ്ങനെയാ മൾട്ടിപ്ലിക്കേഷന്റെ ഫോർമുല എഴുതുക? എങ്ങനെ എഴുതും? 3 times 5 ആഡ് ചെയ്യുമ്പോൾ we get 15. 3 into 5 is equal to 15. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 52 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 52. അതിനകത്ത് എക്സസൈസ് 1.1 കണ്ടോ? Fill in the addition fact and the multiplication fact. Addition factum multiplication factum എഴുതാൻ വേണ്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? സ്മൈലീസിന്റെ ചിത്രം കണ്ടോ? സ്മൈലി എന്താണെന്ന് അറിയാലോ? നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന സ്മൈലി. അതില് ചിരിക്കുന്ന സ്മൈലി രണ്ടെണ്ണം ഇത് ആഡ് ചെയ്തു. ആദ്യത്തത് 2 സ്മൈലി, പിന്നെ അതിനോട് കൂടി 2 സ്മൈലി ആഡ് ചെയ്തു, പിന്നെ 2 സ്മൈലിയും കൂടി ആഡ് ചെയ്തു. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതണ്ടേ? അതിന് തൊട്ട് താഴെ അഡീഷൻ ഫാക്ട് എഴുതണം. 2 plus 2 plus 2. എങ്ങനെ എഴുതണം? 2
പ്ലസ് 2 പ്ലസ് 2 എത്രയാ 2 പ്ലസ് 2 പ്ലസ് 2 is equal to 2 plus 2 plus 2 is equal to 6. അതിന്റെ ആൻസർ അവിടെ എഴുതി വെക്കാം. അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ എഴുതുക? 3 തവണ 6 ആഡ് ചെയ്യുന്നു. 2 plus 2 plus 2. 3 times 2 ആഡ് ചെയ്യുന്നു. 3 into 2. 3 times 2 ആഡ് ചെയ്യുന്നു. 3 into 2 is equal to 6. അതിന് തൊട്ട് താഴെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എഴുതുന്ന സ്ഥലമുണ്ട്. എഴുതിയോ? അതേപോലെ അതിന്റെ തൊട്ടു താഴെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റാർസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റാർ വീതം ആഡ് ചെയ്യാൻ. എങ്ങനെ എഴുതണ്ടേ? എത്ര തവണ ആഡ് ചെയ്യുന്നുണ്ട് 3 സ്റ്റാർ വീതം? 3 plus 3 plus 3 plus 3. ടോട്ടൽ എത്ര സ്റ്റാർ ആയി? 12 സ്റ്റാർസ് ആയി. എത്ര തവണ നമ്മൾ 3 സ്റ്റാർസ് ആഡ് ചെയ്യുന്നേ? 4 times. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് എങ്ങനെ എഴുതും? 4 times 3 ആഡ് ചെയ്താൽ we get 12. That is 4 into 3 is equal to 12. Four into 3 is equal to 12. എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ ലൈൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അഡീഷന്റെ സമയത്തും സബ്ട്രാക്ഷന്റെ സമയത്തൊക്കെ നമ്പർ ലൈൻ പറഞ്ഞത്. എന്താ നമ്പർ ലൈൻ? നമ്പേഴ്സിനെ ഒരു ലൈനിന്റെ മേലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫോമിനെയാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്പർ ലൈനിലെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം മിസ് ഒരു നമ്പർ ലൈൻ വരയ്ക്കട്ടെ. One, two, three, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 20. ഓക്കെ, 20 വരെയുള്ള ഒരു നമ്പർ ലൈൻ. One, two, three, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, 20 വരെ നമ്പേഴ്സ് ഉള്ള നമ്പർ ലൈൻ. ഇനി ഇതിൽ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം?
ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ഏതാ? 4 times 4 ആഡ് ചെയ്യുന്നു. 4 times 4 ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മള് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തു. 1 മുതൽ സ്റ്റാർട്ട് ചെയ്തു. 4 ആഡ് ചെയ്തു. ആദ്യം 4-ലെത്തി. 1 2 3 4. പിന്നെ 4 ആഡ് ചെയ്തു. 4 4 ആഡ് ചെയ്ത് നമ്മള് 8-ലെത്തി. 8-ൽ നിന്ന് 4 തവണയല്ലേ ആഡ് ചെയ്യണ്ടേ? 8-ൽ നിന്ന് അഗൈൻ നമ്മൾ 4 ആഡ് ചെയ്തു. 12-ലെത്തി. 12-ൽ നിന്ന് പിന്നെ നമ്മൾ ആഡ് ചെയ്തു. 16-ലെത്തി. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0 മുതലാട്ടോ. വണ്ണിന് മുന്നേ 0 കൂടി വേണേ. അപ്പൊ നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണ്ടേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0 എന്നാ സ്റ്റാർട്ട് ചെയ്യുക. 0-നോട് 4 ആഡ് ചെയ്തിട്ട് 4-ലെത്തി. അവിടുന്ന് പിന്നെയും 4 ആഡ് ചെയ്തു 8-ലെത്തി. പിന്നെയും 4 ആഡ് ചെയ്തു 12-ലെത്തി. പിന്നെയും 4 ആഡ് ചെയ്തു 16-ലെത്തി. 4 തവണ നമ്മൾ 4 ആഡ് ചെയ്യുമ്പോ എവിടെ എത്തി? 4 തവണ 4 + 4 + 4 + 4 എവിടെ എത്തി? നമ്മള് 16-ലെത്തി. ഇതിനെയാണ് നമ്മള് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതുന്നത്? 4 × 4 = 16 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ലുക്ക് അനദർ എക്സാമ്പിൾ. എത്ര തവണ 2 ആഡ് ചെയ്യുന്നുണ്ട് അവിടെ? 0-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു തവണ 2 ആഡ് ചെയ്തു 2-ലെത്തി. പിന്നെ ഒന്നുകൂടി 2 ആഡ് ചെയ്തു 4-ലെത്തി. ഒന്നുകൂടി 2 ആഡ് ചെയ്തു 6-ലെത്തി അല്ലേ? അപ്പൊ നമ്മൾ എത്ര തവണ ആഡ് ചെയ്തിട്ടുണ്ട്? 2 + 2 + 2 = 6. അവിടെ വിട്ടുപോയതൊന്ന് ഫില്ല് ചെയ്തേ. രണ്ടാമത്തെ നമ്പർ ലൈനില് തൊട്ട് താഴെ 2 + 2 മാത്രമേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്ന് ഫില്ല് ചെയ്തേ. 2 + 2 + 2 = 6. കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ 2 ആഡ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? 2 × 3. 3 times നമ്മൾ 2 ആഡ് ചെയ്യുന്നു. 3 × 2 = 6. 3 × 2 = 6. എഴുതിയോ? എന്നിട്ട് ഹോംവർക്ക് പറയട്ടെ. പേജ് നമ്പർ 53. പേജ് നമ്പർ 53 കണ്ടോ? എക്സൈസ് 1.2. അതിനകത്ത് ഇപ്പൊ നമ്മൾ നമ്പർ ലൈനിൽ ചെയ്തതുപോലെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. മൾട്ടിപ്ലൈ ഓൺ ദി നമ്പർ ലൈൻ ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതിൽ 2 നമ്പർ ലൈൻ ഉണ്ട്. അതിൽ ഏതൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് ആരോ മാർക്ക് ഇട്ടിട്ട് മേലെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇപ്പൊ നമ്മള് ചെയ്തതുപോലെ ഫിൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ റിപ്പീറ്റഡ് അഡിഷൻ ആസ് മൾട്ടിപ്ലിക്കേഷൻ.
റിപ്പീറ്റഡ് അഡിഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 + 2 + 2 + 2 4 തവണ 2 ആഡ് ചെയ്യുന്നു. 2 × 4 2 + 2 + 2 + 2 is same as 2 × 4. അതേപോലെ ബാക്കി മൂന്നെണ്ണം 7 + 7 + 7 + 7 + 7 5 times നമ്മൾ 7 ആഡ് ചെയ്യുന്നു. ഈ സെയിം ആസ് നമ്മൾ എങ്ങനെയാ അത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആക്കിയിട്ട് എഴുതുന്നത് എഴുതാം. നെക്സ്റ്റ് 3 + 3 2 times 3 ആഡ് ചെയ്യുന്നു. is same as dash into dash. നാലാമത്തത് 5 + 5 + 5 3 തവണ 5 ആഡ് ചെയ്യുന്നു. is same as dash into dash. അത് ഫിൽ ചെയ്യാം. ഇനി write the following multiplication as repeated addition. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് തന്നിട്ടുണ്ട്, അത് റിപ്പീറ്റഡ് അഡിഷൻ ആയിട്ട് എഴുതാം. ഇപ്പൊ നമ്മള് ബി ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് 3 × 6 6 times 3 ആഡ് ചെയ്യുന്നു. അതെങ്ങനെ എഴുതും? 3 + 3 + 3 + 3 + 3 + 3 6 times 3 ആഡ് ചെയ്യുന്നു. ഇനി 5 × 4 4 times 5 ആഡ് ചെയ്യുന്നു. അതെങ്ങനെയാ എഴുതാന്ന് എഴുതാം. നെക്സ്റ്റ് 2 × 7 7 times 2 ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 8 × 5 5 times 8 ആഡ് ചെയ്യുന്നു. അതെങ്ങനെയാ എഴുതുന്നതിന് അഡീഷൻ ഫാക്ടർ ആക്കിയിട്ട് എഴുതാം. അപ്പൊ ഈ ഒരു പേജിലുള്ള ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. പേജ് നമ്പർ 53. ഓക്കെ, പേജ് നമ്പർ 53 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇനി പേജ് നമ്പർ 54 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 54 ഒന്ന് എടുത്തേ. അവിടെ കുറെ ചിത്രം കാണുന്നുണ്ടല്ലേ, അത് നമുക്കിപ്പോ ചെയ്യാം. Look at the pictures and fill in the blanks. കുറെ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട്, കുറെ റാബിറ്റ് കാണുന്നുണ്ട്, കുറെ ചിക്സ് കാണുന്നുണ്ട്. എന്താ ചിക്സ്? ചിപ്സ് അല്ല, ചിക്സ്. CHICKS. ചിക്സ് എന്ന് വെച്ചാല് കോഴിക്കുഞ്ഞുങ്ങള്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ണെന്ന് നോക്കിയേ. ബട്ടർഫ്ലൈസിന്റെ കുറെ ഗ്രൂപ്പ്സ് കാണുന്നുണ്ട്. പേജ് നമ്പർ 54. ബട്ടർഫ്ലൈസിന്റെ കുറെ ഗ്രൂപ്പ് കാണുന്നുണ്ട്. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് ബട്ടർഫ്ലൈസിന്റെ? There are dash groups of butterflies. എന്നെ നോക്കിയേ, എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? ഒന്ന് ഫിംഗർ വെച്ച് കാണിച്ചു തന്നെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് എന്ന്. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 3 ഗ്രൂപ്പ്സ്. അവിടെ ഫിൽ ചെയ്തു. There are 3 groups of butterflies. There are 3 groups of butterflies. ഇനി ഓരോ ഗ്രൂപ്പിലും എത്ര ബട്ടർഫ്ലൈസ് വീതമുണ്ട്? ഒരു ഗ്രൂപ്പിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? ഒന്ന് എന്നെ നോക്കിയേ, ഒന്ന് ഫിംഗർ വെച്ച് കാണിച്ചു തന്നെ. There are, yes, very good, 5 butterflies in each group. There are 5 butterflies in each group. The last one, there are dash butterflies in all. Dash butterflies in all എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? ഒന്ന് എന്നെ നോക്കിയേ, എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 15. Okay, 15. 15. Very good. There are 15 butterflies in all. അതിനെ നമ്മള് ഇത്രയും 3 സെന്റൻസിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എങ്ങനെ എഴുതും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട്? 3 × 5 is equal to 15. 5നെ 3 തവണ ആഡ് ചെയ്യുന്നു. 3 × 5 is equal to 15. Okay, next second question. ഇനി റാബിറ്റ്സിന്റെ ആണേ. There are dash groups of rabbits. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് റാബിറ്റ്സിന്റെ? There are 3 groups of rabbits. അതവിടെ ഫിൽ ചെയ്തു. There are 3 groups of rabbits. അലൻ തോമസ് എന്താ എഴുതാതിരിക്കുന്നേ? മിസ് പറയുന്നൊന്നും ടെക്സ്റ്റിൽ എഴുതുന്നില്ലേ, ഫിൽ ചെയ്യുന്നില്ലേ?
There are 3 groups of rabbits. Next, there are dash rabbits in each group. ഒരു ഗ്രൂപ്പിൽ എത്ര rabbits ഉണ്ട്? There are 3 rabbits in each group. Okay, അത് fill ചെയ്തോ. There are 3 rabbits in each group. Then last sentence, there are dash rabbits in all. Total എത്ര rabbits ഉണ്ട്? 9 rabbits. There are 9 rabbits in all. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആയിട്ട് എങ്ങനെ എഴുതും? 3 into 3 is equal to 9. 3 into 3 is equal to 9. എഴുതിയല്ലോ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ. അടുത്ത കുറെ ചിക്സ് ആണ്. കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുന്നത്. There are dash groups of chicks. There are dash groups of chicks. There are 3 groups of chicks. Okay, then there are dash chicks in each group. There are 4 chicks in each group. Then last sentence, there are dash chicks in all. Very good. 12 chicks in all. There are 12 chicks in all. അതെങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആയിട്ട് എഴുതാം? Three into 4 is equal to 12. 3 into 4 is equal to 12. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ. ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. പേജ് നമ്പർ 53-ലെ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിക്കാം. ഒരു കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കേനെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കറക്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. അപ് ടു 10, 1 to 10, സോറി 2 to 10, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 9 ടേബിള് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഏത് സമയം ചോദിച്ചാലും മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നിങ്ങൾ കാണാതെ പറയണം. ഇടക്കെന്ന് ചോദിച്ചാലും കാണാതെ പറയണം. പെട്ടെന്ന് ഞാനിപ്പോ 5 into 4 എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ 6 into 3 എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ. നമുക്ക് ഓരോ ദിവസം 2 ടേബിളോ ഈസി ആയിട്ടുള്ള നോക്കിയിട്ട് 2ഓ 1ഓ ഒക്കെ ആയിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടേബിൾ പഠിക്കാം കേട്ടോ. പഠിക്കേണ്ടത് വെറുതെ പഠിച്ചാൽ പോരാ, ബൈ ഹാർട്ട് ആയിട്ട് എന്തായിട്ടും എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇത് പഠിക്കേണ്ട മെത്തേഡ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചിട്ട് എഴുതി പഠിച്ചതിന് ശേഷം പറഞ്ഞ് പഠിച്ചിട്ട് വോയിസ് മെസ്സേജ് ആണ് എനിക്ക് അയച്ചു തരേണ്ടത്. പറയുന്നതിന്റെ എഴുതിയിട്ടൊന്നും അല്ല, നിങ്ങൾ പറയുന്നതിന്റെ വോയിസ് ആണ് എനിക്ക് അയച്ചു തരേണ്ടത്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഇന്നെല്ലാവരും ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ബൈ.